സ്നേഹമുള്ള സഹോദരങ്ങളെ, ഇന്ന് നാം ചിന്തിക്കുന്നത് പീഡാസഹനത്തിന്റെ തലേന്ന് ഈശോ ഗെത്സമനിൽ പ്രാർത്ഥിച്ചതിനെ കുറിച്ചാണ്. 3 സുവിശേഷത്തിലും നമുക്ക് കാണുവാൻ സാധിക്കും ഈശോ ഗെത്സമനിൽ പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ച്. എന്നാൽ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 22-ാമത്തെ അധ്യായം 44-ാം തിരുവചനത്തിൽ ഈശോ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അതീവ ദുഃഖം മൂലം തന്റെ വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികൾ പോലെ നിലത്തു വീണു എന്ന് സുവിശേഷകൻ രേഖപ്പെടുത്തുന്നു. ഞാൻ ഇതിനെക്കുറിച്ച് വളരെ ആഴമായി ചിന്തിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കാം ഇത്രമാത്രം കഠിനമായ വേദന ഈശോയ്ക്ക് അനുഭവിക്കേണ്ടി വന്നത്? താൻ അനുഭവിക്കാൻ പോകുന്ന പീഡാസഹനങ്ങളെ കുറിച്ചുള്ള വലിയ വേദനയായിരുന്നുവോ? അതോ ഈ മാനവരാശി മുഴുവനും ചെയ്തുകൊണ്ടിരിക്കുന്ന പാപങ്ങളുടെ കാര്യങ്ങളെ ഓർത്തിട്ടുള്ള അതീവമായ നിരാശയായിരുന്നുവോ? ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ഈശോയെ എനിക്കിതൊന്ന് വെളിപ്പെടുത്തി തരണമേ എന്ന്. എന്റെ മനസ്സിലേക്ക് കടന്നു വന്ന ഒരു ചിന്തയാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. അത് തന്നെയാണ് അതിന്റെ പൂർണ്ണത എന്നൊന്നും ഞാൻ ഉറപ്പിച്ച് പറയുന്നില്ല. പൊന്നു സഹോദരങ്ങളെ, ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു ദിവസം എന്റെ ഒരു സുഹൃത്ത് ഒരു ഫോൺ ചെയ്യുകയുണ്ടായി. അദ്ദേഹത്തിന്റെ മകൻ ഇന്റൻസീവ് കെയർ യൂണിറ്റിലാണ്, വെന്റിലേറ്ററിലാണ്, ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ഫോൺ കിട്ടുന്ന സമയം എന്റെ വീട്ടിൽ തന്നെ ഒരു സുഹൃത്ത് ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നമുക്ക് അവിടെ വരെ ഒന്ന് പോകാം, അവരെ ഒന്ന് ആശ്വസിപ്പിക്കാമല്ലോ. വേദനയിൽ ആയിരിക്കുന്നവരുടെ അടുത്ത് ചെല്ലുക തന്നെ അവർക്കൊരു വലിയ ആശ്വാസമായിരിക്കുമല്ലോ. നമ്മളൊക്കെ പ്രാർത്ഥിക്കാം എന്ന് പറയുന്നത് ഒരു ധൈര്യവുമാണല്ലോ. ഞാൻ പലരോടും ആ മകന് വേണ്ടി പ്രാർത്ഥനാ സഹായം ചോദിക്കുകയും ചെയ്തു. എന്നാൽ ഞാൻ ഈ സുഹൃത്തിനോട് പറഞ്ഞപ്പോൾ ആ സുഹൃത്ത് എന്നോട് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ലോയി, എനിക്ക് വരണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷെ ഇങ്ങനെയുള്ള കാഴ്ചയൊന്നും എനിക്ക് കാണുവാൻ സാധിക്കില്ല, ഞാൻ പ്രാർത്ഥിച്ചുകൊള്ളാം എന്ന്. ഇതുപോലെ തന്നെ മറ്റൊരു സംഭവം അപ്പോൾ എനിക്ക് ഓർമ്മ വന്നു. വളരെ നേരത്തെ നാട്ടിൽ വെച്ച് നടന്ന ഒരു സംഭവമാണ്. ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത് റെയിൽവേ ലൈനടുത്തായിരുന്നു. ഒരു ദിവസം ഒരു മകൾ തന്റെ ജീവിതം ട്രെയിനിന്റെ മുൻപിൽ ഒടുക്കി, അല്ലെങ്കിൽ ട്രെയിനിന്റെ മുമ്പിൽ അവൾ ആത്മഹത്യ ചെയ്തു. ഒത്തിരി പേർ ഓടിക്കൂടി. ഞാനും ആ വഴിയിൽ ചെന്നിരുന്നു. അവളുടെ ഒരു കൈ മാത്രമാണ് എനിക്ക് കാണുവാൻ കഴിഞ്ഞത്. ഞാൻ തിരിച്ചു പോന്നു. എനിക്കത് മുഴുവനും കാണുവാൻ സാധിച്ചില്ല. സഹോദരങ്ങളെ, നമുക്ക് കാണുവാൻ കഴിയാത്ത ഒത്തിരി കാഴ്ചകളുണ്ട്. ഒത്തിരി വേദനാജനകമായ കാഴ്ചകൾ ഈ ഭൂമിയിൽ നടമാടുന്നുണ്ട്. നമ്മിൽ സ്നേഹമുള്ളതുകൊണ്ടാണ് നമുക്കിതൊന്നും കാണുവാൻ കഴിയാത്തത്. സ്നേഹം നമ്മിൽ നിലനിൽക്കുന്നതുകൊണ്ടാണ്. ഇനി നമുക്ക് നമ്മുടെ ഈ ചിന്തയിലേക്ക് കടന്നു വരാം. ഈശോ ഗെത്സമനിൽ പ്രാർത്ഥിച്ചപ്പോൾ, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റി തരണമേ എന്ന് പ്രാർത്ഥിച്ചു. ഈശോയുടെ എല്ലാ പ്രാർത്ഥനയ്ക്കും പിതാവ് ഉത്തരം കൊടുത്തിട്ടുണ്ട്. പിതാവിന്റെ ഉത്തരം അവൻ കേട്ടിട്ടുമുണ്ട്. അങ്ങനെയാണ് അവൻ ധൈര്യം അവലംബിച്ചുകൊണ്ടിരുന്നത്. ഒരുപക്ഷെ ഞാൻ ചിന്തിക്കുകയാണ്, ഇങ്ങനെ പിതാവ് ഉത്തരം പറഞ്ഞിരിക്കാം: മോനെ, നീ എന്റെ പ്രിയപുത്രൻ, നീയാണ് ഈ ജനത്തെ മുഴുവനും രക്ഷിക്കേണ്ടവൻ. ഞാൻ ആദ്യം മാതാപിതാക്കൾക്ക് ഈ വാഗ്ദാനം കൊടുത്തിരുന്നു. വീണ്ടും പ്രവാചകന്മാർ മുഖേന ഈ വാഗ്ദാനം ലോകത്തിന് ഓർമ്മിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഈ പീഡാസഹനത്തിലൂടെ ഒരു വലിയ രക്ഷണീയ കൃത്യം പൂർത്തിയാവുകയാണ്. ഒത്തിരി മക്കൾ രക്ഷപ്പെടുകയാണ്. നിന്നെ നോക്കുന്നവർ പ്രകാശിതരാകുകയാണ്. നഷ്ടപ്പെട്ടുപോയ ദൈവത്തിന്റെ സാദൃശ്യം അവർ തിരിച്ചെടുക്കുകയാണ്. അപ്പോൾ നീ ഇത് സമ്മതിച്ചില്ല എങ്കിൽ സംഭവിക്കുവാൻ പോകുന്ന വേദനാജനകമായ സംഭവങ്ങൾ ഒന്ന് കണ്ടുകൊള്ളുക. ഒരു നിമിഷം അതൊന്ന് കാണുവാൻ ദൈവം ഇടയാക്കി. മനുഷ്യപുത്രനായ ഈശോ, സ്നേഹം മാത്രമായ ഈശോ, ഈ വേദനകൾ മുഴുവനും, മാനവരാശി അനുഭവിക്കേണ്ടി വന്ന പീഡകളുടെ ആഴങ്ങൾ മുഴുവനും ഒരു നിമിഷം കണ്ടപ്പോൾ സത്യത്തിൽ ഞെട്ടിപ്പോയി കാണാം. വേദന വലുതായി കാണാം. അതെ, അവൻ ആ നിമിഷം തന്നെ പിതാവിനോട് മറുപടി പറഞ്ഞു: പിതാവേ, എന്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം നടപ്പാകട്ടെ. സഹോദരങ്ങളെ, ഒരുപക്ഷെ ഈശോ അതുകൊണ്ടായിരിക്കാം ഈശോയുടെ വിയർപ്പുതുള്ളികൾ
രക്തത്തുള്ളികൾ പോലെ നിലത്തു വീണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമുക്കുണ്ടാകുന്ന ദുരിതങ്ങളും ദുഃഖങ്ങളും ഈശോയുടെ സന്നിധിയിൽ ചെന്നൊന്ന് പറയുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ ഈശോ നമുക്കൊരു ഉത്തരം കാണിച്ചു തരും. അനേകർ രക്ഷപ്പെടുന്ന ഒരു വഴിയിലേക്ക് നിന്റെ ഈ സഹനം നിനക്ക് മാറ്റിവെക്കുവാൻ സാധിക്കും. ഈശോയോട് ചേർന്ന് ശക്തി സ്വീകരിച്ച് ഈശോയുടെ പീഡാസഹനത്തോട് ചേർത്ത് നമുക്ക് വെച്ച് ദൈവപിതാവിന് സമർപ്പിക്കാം. അതുകൊണ്ടാണല്ലോ വിശുദ്ധ പൗലോസ്ലീഹ പറഞ്ഞത്, ഈശോയ്ക്ക് അനുഭവിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് ഞാൻ എന്റെ ശരീരത്തിൽ നികത്തുന്നു എന്ന്. ഈശോയ്ക്ക് പീഡകൾ കുറവുണ്ടായിട്ടൊന്നുമല്ല, മറിച്ച് പൗലോസ്ലീഹ കണ്ടെത്തിയ ഒരു സത്യമാണ്, എനിക്ക് ഈശോയുടെ കൂടെ സഹിക്കുവാൻ സാധിക്കും. എന്റെ ശരീരത്തിൽ എന്റെ മനസ്സിൽ വരുന്ന വേദനകളെല്ലാം ഈശോയോട് ചേർത്ത് വെച്ച് ദൈവപിതാവിങ്കൽ സമർപ്പിക്കുമ്പോൾ അനേക രക്ഷ പ്രാപിക്കുമല്ലോ എന്ന് നമുക്കും ആഗ്രഹിക്കാം. നമുക്കും നമ്മുടെ കുടുംബത്തെ, നമ്മുടെ ജീവിത പങ്കാളിയെ, നമ്മുടെ മാതാപിതാക്കളെ, നമ്മുടെ മക്കളെ, സഹോദരങ്ങളെ, ഇടവകയെ ഒക്കെ ദൈവപിതാവിങ്കിലേക്ക് അടുപ്പിക്കുവാൻ കൊച്ചു കൊച്ചു സഹനങ്ങൾ സ്വീകരിച്ച് സന്തോഷത്തോടെ ദൈവപിതാവിങ്കിൽ സമർപ്പിക്കാം. ഈശോയുടെ കുരിശുമരണം അതിന് നമുക്ക് ഓരോരുത്തരേക്കും ശക്തിയാകട്ടെ. ആമേൻ. സത്യനായക മുക്തിദായക പുൽത്തൊഴുത്തിൻ പുളകമായ സ്നേഹഗായക ശ്രീയേശുനായക സത്യനായക മുക്തിദായക പുൽത്തൊഴുത്തിൻ പുളകമായ സ്നേഹഗായക ശ്രീയേശുനായക കാൽവരിയിൽ പൂത്തുലഞ്ഞ രക്തപുഷ്പമേ, കാലത്തിൻ്റെ കവിതയായ കനകതാരമേ, കാൽവരിയിൽ പൂത്തുലഞ്ഞ രക്തപുഷ്പമേ, കാലത്തിൻ്റെ കവിതയായ കനകതാരമേ, നിന്നൊളി കണ്ടുണർന്നിടാത്ത കണ്ണു കണ്ണാണോ, നിന്റെ കീർത്തി കേട്ടിടാത്ത കാതു കാതാണോ, നിന്റെ കീർത്തി കേട്ടിടാത്ത കാതു കാതാണോ. സത്യനായക മുക്തിദായക പുൽത്തൊഴുത്തിൻ പുളകമായ സ്നേഹഗായക